ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജെയിൻ ഓസ്റ്റനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. അത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ MA ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ബ്രിട്ടീഷ് നോവലിൽ അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് എലിസബത്ത് ബെനറ്റ് എന്ന് പറയുന്നത്. Elizabeth Bennet, the novel's protagonist and the second oldest of her 5 sisters. അതായത് സെക്കൻഡ് ഓൾഡസ്റ്റ് ഓഫ് ഹെർ 5 സിസ്റ്റേഴ്സ്, രണ്ടാമത്തെ വലിയ കുട്ടിയാണ്. അതുപോലെ എലിസബത്ത് ബെനറ്റ് ഈസ് ലൈവ്ലി, ക്വിക്ക് വിറ്റഡ്, ഷാർപ്പ് ടങ്ങഡ്, ബോൾഡ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഗേളാണ്. അതായത് എലിസബത്ത് ബെനറ്റ് എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിട്ടുള്ള, അതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ നന്നായിട്ട് വായിക്കുകയും അതുപോലെ അവരുടെ നന്നായിട്ട് ചിന്തിക്കാനൊക്കെ കഴിവുള്ളൊരു ഗേളാണ് എലിസബത്ത് ബെനറ്റ് എന്ന് പറയുന്നത്. അത് അവരുടെ അതായത് ഈ നോവലിലെ പല സന്ദർഭത്തിൽ നിന്നും നമുക്കത് വ്യക്തമാക്കുന്നതാണ്. കാരണം അവരുടെ പല ഡയലോഗ്സൊക്കെ നമുക്ക് അവർ വളരെ ബോൾഡാണ്, ഇൻ്റലിജൻ്റ് ആണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ എന്താണ്, ഷീ ഈസ് കീൻ ആൻഡ് പെർസെപ്റ്റീവ്, ബട്ട് എലിസബത്ത്സ് പ്രൈഡ് ഇൻ ദാറ്റ് വെരി എബിലിറ്റി engenders a prejudice that almost hinders her happy future with Darcy. ഡാർസിയുമായിട്ടുള്ള അവരുടെ ജീവിതത്തിന്, സന്തോഷകരമായിട്ടുള്ള പുതിയ ജീവിതത്തിന് അത് എപ്പോഴും ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒബ്സ്റ്റക്കിളായിട്ട്, തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത്? എലിസബത്തിൻ്റെ പ്രൈഡ് എന്ന് പറയുന്നത്. ദാറ്റ് വെരി എബിലിറ്റി എൻജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിപ്പിക്കുക. എ പ്രെജുഡൈസ് ദാറ്റ് ആൾമോസ്റ്റ് ഹിൻഡേഴ്സ് ഹാപ്പി ഫ്യൂച്ചർ വിത്ത് ഡാർസിയുമായിട്ടുള്ള അവരുടെ ഫ്യൂച്ചർ ഹാപ്പി ലൈഫിന് ഇത് ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്ത്? എലിസബത്ത് പ്രൈഡ് ഇൻ ദാറ്റ് വെരി എബിലിറ്റി എൻജെൻഡേഴ്സ് എ പ്രൈഡ് that almost hinders her happy future with Darcy. അതുപോലെ എലിസബത്ത് is not impressed by mere wealth or title, rather she value priority. എന്തിനാണ് അവർ ഇത് കൊടുക്കുന്നത്? ഗുഡ് മാനേഴ്സിനും അതുപോലെ വേർച്യൂക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ വെൽത്തിനോ ടൈറ്റിൽസിനോ ഒന്നും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ, അതായത് പണത്തിനോ അല്ലെങ്കിൽ പദവിക്കോ ഒന്നും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ അവർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഗുഡ് മാനേഴ്സിനും അതുപോലെ വേർച്യൂക്കും, പവിത്രതയ്ക്കുമാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എലിസബത്ത് ബെനറ്റിൻ്റെ ക്യാരക്ടേഴ്സിൽ നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് മിസ്റ്റർ ഡാർസിയെ കുറിച്ച് നോക്കാം. ഡാർസി ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ജെൻറ്റിൽമാനാണ് കേട്ടോ. അതുപോലെ ഹോണസ്റ്റും ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. ആൻഡ് എക്സ്ട്രീംലി വെൽത്തി അരിസ്ട്രോക്രാറ്റ് ആണ്. അതായത് വളരെ അങ്ങേയറ്റം വെൽത്തി ആയിട്ടുള്ള ഒരു പ്രഭുവാണ്, അരിസ്ട്രോക്രാറ്റ് ആണ്. മിസ്റ്റർ ഡാർസി ഈസ് പ്രൗഡ്, ഹോറ്റി, അതായത് അറഗൻസ് ആയിട്ടുള്ള, അഹങ്കാരമുള്ളത്. ആൻഡ് എക്സ്ട്രീംലി കോൺഷ്യസ് ഓഫ് ക്ലാസ് ഡിഫറൻസസ്, അതായത് ക്ലാസ് ഡിഫറൻസിനെ കുറിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള, വളരെ ബോധമുള്ള ഒരാളാണ്. അത് നമുക്ക് നോവലിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹി ഡസ് ഹവെവർ ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഹോണർ ആൻഡ് വെർച്യൂ ആൻഡ് എ ഡിഗ്രി ഓഫ് ഫെയർനെസ് ദാറ്റ് ഹെൽപ്സ് ഹിം ടു കൺട്രോൾ ഹിസ് പ്രൈഡ് ആഫ്റ്റർ എലിസബത്ത് റിബെക്സ് ഹിം ഫോർ ഹിസ് നാരോ മൈൻഡഡ് പെർസ്പെക്റ്റീവ്. അതായത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻസ് ഓഫ് ഓണർ ഉള്ള ഒരാളാണ്. അതുപോലെ വേർച്യൂ ഉണ്ട്, അതുപോലെ ഡിഗ്രി ഓഫ് ഫെയർനെസ് ഒക്കെ ഉള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൈഡ്, അതായത് അദ്ദേഹം വളരെ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രൈഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് എന്തിനു ശേഷം? എലിസബത്തിൻ്റെ വിമർശനങ്ങൾക്ക് ശേഷം, അതായത് അദ്ദേഹത്തിൻ്റെ നാരോ മൈൻഡഡ് പെർസ്പെക്റ്റീവ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. മിസ്റ്റർ ഡാർസി വെൽത്തി ആയിട്ടുള്ള ഒരു ജെൻറ്റിൽമാനാണ്, ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അതുപോലെ എക്സ്ട്രീംലി വെൽത്തി അരിസ്ട്രോക്രാറ്റ് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കുറച്ചൊക്കെ എറഗൻസ് ഉള്ള ഒരു, അഹങ്കാരമൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്. പക്ഷെ അത് കുറക്കാൻ, കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഡിഗ്രി ഓഫ് ഫെയർനെസ് ഉണ്ട്, ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ഹോണറും വേർച്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജെയിൻ ബെനറ്റ് ആണ്. ജെയിൻ ബെനറ്റ് എന്ന് പറയുന്നത് ദ ഓൾഡസ്റ്റ് ബെനറ്റ് ഡോട്ടറാണ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഗുഡ് ടെമ്പേർഡ്, എയിമബിൾ ആൻഡ് ഹംബിൾ ആൻഡ് സെൽഫ്ലെസ്. അതായത് വളരെ നല്ല സ്വഭാവമുള്ള, എയിമബിൾ ആയിട്ടുള്ള, വിനയമൊക്കെ ഉള്ള, ഹംബിൾ ആയിട്ടുള്ള, സെൽഫ്ലെസ് ആയിട്ടുള്ള, നിസ്വാർത്ഥമായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു ഗേളാണ്. ഹെർ ഗുഡ് നേച്ചർ
does result in a level of naivete, especially when it comes to recognizing the wickedness of others. മറ്റുള്ളവരുടെ ദുഷ്ടത ഉണ്ടാകുമ്പോഴാണ്, അത് തിരിച്ചറിയുമ്പോഴാണ് ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവരുടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അവരുടെ നിഷ്കളങ്കതയൊക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ഗുഡ് നേച്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നാണ് പറയുന്നത്. അതുപോലെ ഹെർ സ്വീറ്റ്നെസ് ലീവ്സ് ഹർ വൾനറബിൾ ടു ഇഞ്ചുറി ഫ്രം ഇൻസിൻസിയർ ഫ്രണ്ട് ലൈക്ക് കരോളിനെ ബിംഗ്ലിയെ പോലുള്ള ദുഷ്ടനായിട്ടുള്ള ഇൻസിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ദുർബലമായിട്ടുള്ള ഇഞ്ചുറീസ്, വൾനറബിൾ ആയിട്ടുള്ള ഇഞ്ചുറീസൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് അവരുടെ സ്വീറ്റ്നെസ്. ആരുടെ? ജെയിനിൻ്റെ സ്വീറ്റ്നെസ്. അതൊരു റാദർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറാണ് കേട്ടോ. അതുപോലെ ജെയിൻ റിമൈൻഡ് ചെയ്യുന്നുണ്ട് എ മോഡൽ ഓഫ് വെർച്യൂ, ഒരു നല്ല കാര്യത്തിൻ്റെ ഒരു മോഡലായിട്ട് ത്രൂ ഔട്ട് ദ നോവൽ. ഈ നോവലിലുടനീളം നമുക്ക് ജെയിൻ ബെനറ്റിനെ നല്ലൊരു വെർച്യൂ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തൊരു ക്യാരക്ടറാണ് മിസ്റ്റർ ബിംഗ്ലി ഡാർസിയുടെ വെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അതായത് ഹി ഈസ് എ ഗുഡ് പേഴ്സൺ. മിസ്റ്റർ ബിംഗ്ലി ഒരു ഗുഡ് പേഴ്സൺ ആണ്. മച്ച് ലൈക്ക് ഹിസ് ബിലവഡ് ജെയിൻ. അതായത് ജെയിന് ബിലവഡ് ആയിട്ടുള്ള ജെയിനിൻ്റെ ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. ചാൾസ് ബിംഗ്ലി ഈസ് ആൻ എയിമബിൾ ആൻഡ് ഗുഡ് ടെമ്പേർഡ് പേഴ്സൺ, മോസ്റ്റ്ലി അൺകൺസേൺഡ് വിത്ത് ക്ലാസ് ഡിഫറൻസസ് ഡെസ്പൈറ്റ് ഹിസ് എക്സ്ട്രാ ഓർഡിനറി വെൽത്ത്. അദ്ദേഹത്തിന് വെൽത്ത് ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ വെൽത്തിനെ കുറിച്ചിട്ട് അത്ര കോൺഷ്യസ് അല്ല, അദ്ദേഹം അതിനെ കുറിച്ചിട്ട് ബോധേഡ് അല്ല. ഹി ഈസ് നോട്ട് ബോധേഡ് അബൌട്ട് ഹിസ് അബൌട്ട് ക്ലാസ് ഡിഫറൻസിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ബോധേഡ് അല്ലാതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഹിസ് വെർച്യൂ പ്രൂവ്സ് ടു ഹിസ് വൈസ് അറ്റ് ടൈംസ്. അദ്ദേഹത്തിൻ്റെ വെർച്യൂ പല പ്രാവശ്യം അദ്ദേഹത്തിന് എവിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ദുഷ്മാർഗമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സിൻസ് ഹിസ് മോഡസ്റ്റി ലീഡ്സ് ഹിം ടു ബി ഈസിലി സ്വേഡ് ബൈ ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ മോഡസ്റ്റി പല പ്രാവശ്യം മറ്റുള്ളവരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ ബിംഗ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെർച്യൂ പ്രൂവ്സ് ടു ബി ഹിസ് വൈസ് അറ്റ് times since his modesty leads him to be easily swayed by the opinions of others. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മോഡസ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ എ മോസ്റ്റ്ലി സ്റ്റാറ്റിക് ക്യാരക്ടറാണ് കേട്ടോ, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബിംഗ്ലി റിമൈൻസ് പ്ലസൻറ്റ് ആൻഡ് ഇൻ ലവ് വിത്ത് ജെയിൻ ത്രൂ ഔട്ട് ദ നോവൽ. ഈ നോവലിൽ അദ്ദേഹം പ്ലസൻ്റ് ആയിട്ടുള്ള, അതുപോലെ ജെയിനുമായിട്ട് വിത്ത് ലവ് ഉള്ള ഒരു ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ദ നോവലിൽ പറയുന്നത്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ് മിസ്റ്റർ വിക്യാം. ഈ മിസ്റ്റർ വിക്യാം ഒരു ഓഫീസറാണ്. ഇൻ ദ റെജിമെൻറ്റ് സ്റ്റേഷനഡ് അറ്റ് മെറിറ്റണിലുള്ള റെജിമെൻറ്റ് സ്റ്റേഷനിലെ ഒരു ഓഫീസറാണ് ആര്? മിസ്റ്റർ വിക്യാം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം പൊസസ്സസാണ് എ ചാം. അദ്ദേഹത്തിന് ആകർഷണീയമായിട്ടുള്ള അല്ലെങ്കിൽ വശീകരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാഡ് ക്വാളിറ്റീസൊക്കെ ഹൈഡ് ചെയ്യാൻ ഈ ചാമിന് പറ്റുന്നുണ്ട്. ഈ അദ്ദേഹത്തിന് ആകർഷണതയുണ്ട്. അതായത് ഈ ചാം, അതായത് മറ്റുള്ളവരെ വശീകരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാഡ് ക്വാളിറ്റീസൊക്കെ, അതായത് ഈ ഡെസല്യൂട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ബാഡ് ക്വാളിറ്റീസൊക്കെ ഹൈഡ് ചെയ്യാൻ ഈ ചാമിന് പറ്റുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ബാഡ് ക്വാളിറ്റീസ് ആയിട്ടുള്ള അൺട്രസ്റ്റ് വേർതി പേഴ്സണാലിറ്റി, അതായത് വിശ്വാസയോഗ്യമല്ലാത്ത പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഡിസല്യൂട്ട് ചെയ്യാൻ ഈ ചാമിന് പറ്റുന്നുണ്ട്. മിസ്റ്റർ വിക്യാം അല്ലേ, അദ്ദേഹം ഒരു റെജിമെൻറ്റ് സ്റ്റേഷനഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് മെറിറ്റണിൽ. പിന്നെ ഹി വാസ് എ ഗോഡ് സൺ ടു ഡാർസീസ് ഫാദർ. ഡാർസിൻ്റെ ഫാദറിൻ്റെ ഗോഡ് സൺ ആണ്. ഹവെവർ വിക്യാം ബിട്രേഡ് ഡാർസി ബൈ സെഡ്യൂസിങ് ജോർജിയാന വെൻ ഷീ വാസ് ഓൺലി 15. അതായത് ഗോഡ് സൺ ആണെങ്കിൽ പോലും, ഡാർസിയുടെ ഫാദറിൻ്റെ ഗോഡ് സൺ ആണെങ്കിൽ പോലും വിക്യാം ആരെ വഞ്ചിക്കുന്നുണ്ട്? ഡാർസിയെ വഞ്ചിക്കുന്നുണ്ട്. എങ്ങനെയാണ്? സെഡ്യൂസിങ് ജോർജിയാന, അതായത് ഡാർസിയുടെ പെങ്ങളായിട്ടുള്ള ജോർജിയാനയെ വഴിപിഴപ്പിച്ചിട്ട്, അതായത് അവളെ വേണ്ടാത്ത വഴിയിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട്, മോശപ്പെട്ട വഴിയിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് വഞ്ചിച്ചിട്ട്, അതായത് സെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ
വഴിപിഴപ്പിക്കുക അല്ലെങ്കിൽ മോശപ്പെട്ട വഴിയിലൂടെയൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ സിസ്റ്റർ, അതായത് ജോർജിയാന എന്ന് പറയുന്നത് ഡാർസിയുടെ സിസ്റ്ററാണ്. അപ്പോൾ വെൻ ഷീ വാസ് ഓൺലി 15, അതായത് 15 വയസ്സുള്ളപ്പോഴാണ് ഈ വിക്യാം അവളെ വഞ്ചിക്കുന്നത്. അപ്പോൾ അത് ഡാർസിയെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടാണ്, അതായത് ജോർജിയാനെ സെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡാർസിയെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത്. He also spread false rumors about Darcy throughout Hertfordshire and Meryton. അതുമാത്രമല്ല, ഈ വിക്യാം നമ്മുടെ ഈ ഡാർസിയെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. തെറ്റായിട്ടുള്ള അപവാദങ്ങളൊക്കെ ഹെറിഫോർഡ്ഷയറിലും അതുപോലെ മെറിറ്റണിലൊക്കെ അദ്ദേഹം ഫോൾസ് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ വിക്യാം ആരെക്കുറിച്ച്? ഡാർസിയെക്കുറിച്ച്. ഓവറാൾ വിക്യാം ഈസ് ഡ്രൈവൺ ബൈ സെൽഫ് ഇൻട്രസ്റ്റ്. ഈ വിക്യാം പോകുന്നത് എന്താണ്? സ്വാർത്ഥ താല്പര്യം കൊണ്ടായിട്ടാണ് പോകുന്നത്. അതായത് വിക്യാമിനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. വിക്യാം ഈസ് ഡ്രൈവൺ ബൈ സെൽഫ് ഇൻട്രസ്റ്റ്, അതായത് വിക്യാമിനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. പിന്നെ എന്താണ്? റിവീൽഡ് ബൈ ഹിസ് മെനി റൊമാൻറ്റിക് എൻഗേജ്മെൻറ്റ്, അല്ലേ? അതായത് ഇയാളൊരു ബാഡ് പേഴ്സണാണ്, ബാഡ് ക്വാളിറ്റീസ് ഉള്ളൊരു പേഴ്സണാണ്. അത് നമുക്ക് തെളിയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ എൻഗേജ്മെൻറ്റ്സ് അത് തെളിയിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ബാഡ് പേഴ്സൺ ആണെന്നുള്ളത്. അതുപോലെ 15 വയസ്സുള്ള ഡാർസിയുടെ ജോർജിയാന എന്ന് പറയുന്ന സിസ്റ്ററെ അദ്ദേഹം വഴി പിഴപ്പിക്കുന്നുണ്ട്, അതായത് സെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉദാഹരണമാണ്. പിന്നെന്താണ്? ഈ വിക്യാം ആൾസോ എ സ്റ്റാറ്റിക് ക്യാരക്ടറാണ് കേട്ടോ ഈ നോവലിൽ. ഹീ ഈസ് ആൾസോ എ സ്റ്റാറ്റിക് ക്യാരക്ടർ ആൻഡ് മാരീസ് ലിഡിയ ഓൺലി ബിക്കോസ് ഡാർസി പ്രൊവൈഡ്സ് എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. എന്താണ്? അതായത് പിന്നെന്താ, ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറാണ്. പിന്നെ ഈ വിക്യാം ആരെ മാരി ചെയ്യുന്നുണ്ട്? ലിഡിയയെ വിവാഹം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഡാർസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, അതായത് ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ഡാർസി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ലിഡിയയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്ട് ആര് തയ്യാറാവാണ്? വിക്യാം തയ്യാറാവാണ്. ഈ ലിഡിയ എന്ന് പറയുന്നത് ദ യങ്ങസ്റ്റ് ഓഫ് ദ ബെനറ്റ് സിസ്റ്റേഴ്സ് ആണ് കേട്ടോ. അതായത് ഈ ലിഡിയ ബെനറ്റ് ഈസ് ഫൂളിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ എന്താണ്? ഇതിൻ്റെ എപ്പിലോഗിൽ പറയുന്നത് ഓസ്റ്റൻ ഇംപ്ലൈസ് ദാറ്റ് വിക്യാം ടയർസ് ഓഫ് ലിഡിയ ആഫ്റ്റർ എ സെർട്ടൈൻ പോയിന്റ്. അപ്പോൾ ഈ വിക്യാമിൻ്റെ ക്യാരക്ടറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ബാഡ് ക്വാളിറ്റീസ് ഉള്ള ഒരു പേഴ്സണാണ്. അദ്ദേഹം ഒരു ചാമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാഡ് ക്വാളിറ്റീസൊക്കെ ഹൈഡ് ചെയ്യാൻ ഈ ചാമിങ് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മിസ്സസ് ബാനറ്റ് ആണ് കേട്ടോ. മിസ്സസ് ബാനറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫൂളിഷ് ആൻഡ് ഫ്രിവലസ് ആയിട്ടുള്ള ഒരു വുമണാണ്. അതായത് നന്നായിട്ട് പെരുമാറാനൊന്നും അറിയാത്തൊരു ക്യാരക്ടറാണ്. ഷീ ലാക്സ് എനി സെൻസ് ഓഫ് പ്രയോറിറ്റി ആൻഡ് നെഗ്ലെക്റ്റ്സ് ടു പ്രൊവൈഡ് ഹെർ ഡോട്ടേഴ്സ് വിത്ത് എ പ്രോപ്പർ എഡ്യൂക്കേഷൻ. അതായത് അവർക്ക് എന്താണ്, ഒരു ശരിക്കുള്ള ഒരു എന്താണ്, ഇനി സെൻസ് ഓഫ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിൽ ഒരു ബോധവും ഇല്ല, അതിൽ അഭാവമുണ്ട്. അതുപോലെ എന്താണ്, നെഗ്ലെക്റ്റ്സ് ടു പ്രൊവൈഡ് ഹെർ ഡോട്ടേഴ്സ് വിത്ത് എ പ്രോപ്പർ എഡ്യൂക്കേഷൻ. അവരുടെ പെൺമക്കൾക്ക് ഒരു ശരിയായിട്ടുള്ളൊരു വിദ്യാഭ്യാസം നൽകുന്നതിലടക്കം അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല, അവരതൊക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഷീ റിമൈൻസ് കൺസേൺഡ് സോളി വിത്ത് സെക്യൂറിങ് ദം പ്രോഫിറ്റബിൾ മാരേജ്. അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലാഭകരമായിട്ടുള്ള മാരേജ് നടത്തിയിട്ട് പെൺമക്കളെ സെക്യൂർ ആക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഹെർ ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് കോൺസ്റ്റൻ്റ്ലി എംബാരസസ്. അതായത് എലിസബത്തിനെയും മിസ്റ്റർ ബെനറ്റിനെയും ഒരുപോലെ എന്താണ്, ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അതായത് എലിസബത്തിനെയും അതുപോലെ അവരുടെ ഭർത്താവിനെയും നാണക്കേടുണ്ടാക്കുകയാണ് ഇവരുടെ ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിസ്സസ് ബാനറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ക്യാരക്ടറാണ് മിസ്റ്റർ ബാനറ്റ്, അതായത് മിസ്സസ് ബാനറ്റിൻ്റെ ഹസ്ബൻഡാണ്.
He had 5 unmarried daughters. He always sarcastic towards his wife. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സസ് ബെനറ്റ് എന്ന് പറയുന്നത് ഫൂളിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഹെർ ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് എംബാരസ് ചെയ്യുന്നുണ്ട് അല്ലേ, എംബാരസ് ചെയ്യുന്നുണ്ട് എലിസബത്തിനെയും അതുപോലെ മിസ്റ്റർ ബെനറ്റിനെയും ഒരുപോലെ. ലൈക്ക് എന്താണ്, എംബാരസ് ചെയ്യുന്നുണ്ട് അല്ലേ, വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണം കെടുത്തുന്ന ഒന്നാണ് മിസ്സസ് ബെനറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മിസ്റ്റർ ബെനറ്റ് ആൻ ഇൻ്റലിജൻറ്റ് മാനാണ് വിത്ത് ഗുഡ് സെൻസ്. മിസ്റ്റർ ബെനറ്റ് ഡിസ്പ്ലൈസ് ആൻ അൺഫോർച്ചുനേറ്റ് ഡിസ്ഇൻട്രസ്റ്റ് ഇൻ മോസ്റ്റ് ഓഫ് ഹിസ് ഫാമിലി beside Elizabeth. He seems weary after spending many decades married to the ഇൻഡിറ്റർമിനബിൾ മിസ്സസ് ബെനറ്റ്. അതായത് മിസ്സസ് ബെനറ്റിൻ്റെ കൂടെ അതായത് ഇൻഡിറ്റർമിനബിൾ ആയിട്ട്, അതായത് അന്തമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൽ, കുറേ ഡിക്കേഡ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്, ക്ഷീണം തോന്നുന്നുണ്ട്, വേറെ ആയിട്ടുള്ളൊരു ഇത് ഫെൽറ്റ് ആവുന്നുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഹിസ് കംപ്ലൈൻസി എന്താണ്, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഷെയ്ക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൺലി വെൻ ലിഡിയാസ് ഹെർ പുവർ ഡിസിഷൻ ഇൻ എന്താണ്, അവളുടെ ഭാവി കാലഘട്ടത്തിൽ, അതായത് ഭാവി ജീവിതത്തിൽ അവളുടെ ഡിസിഷൻ എന്താണെന്നുള്ളത് അതെന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഷെയ്ക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ക്യാരക്ടറാണ് ലിഡിയ എന്ന് പറയുന്നത്, ലിഡിയ ബെനറ്റ് കേട്ടോ. അപ്പോൾ ഈ ലിഡിയ ബെനറ്റ് ദ യങ്ങസ്റ്റ് ഓഫ് ദ ബെനറ്റ് സിസ്റ്റേഴ്സിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ലിഡിയ. ലിഡിയ ബെനറ്റ് ഈസ് ഫൂളിഷ് ആൻഡ് ഫ്ലേറ്റേഷ്യസ്, അതായത് ഫൂളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ഫ്ലേറ്റേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആരുടേത്, ലിഡിയയുടേത്. മിസ്സസ് ബെനറ്റിനെ പോലെ തന്നെയാണ്. ഷീ ഗ്രാറ്റിഫൈസ് ഹെർ എവരി whim വിതൗട്ട് കൺസിഡറിങ് ദ കോൺസിക്വൻസസ്, അതായത് അവൾക്ക് ഇഷ്ടം തോന്നിയതോടൊക്കെ അവൾ എന്താവും, ഗ്രാറ്റിഫൈസ് ആവും, അതായത് അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും, അനന്തരഫലങ്ങളൊന്നും നോക്കാതെ അവൾ പെട്ടെന്ന് അതിനോട് ഒത്തുപോകാൻ നോക്കും. ഷീ ഈസ് മിസ്സസ് ബെനറ്റ്സ് ഫേവറേറ്റ് ഡോട്ടർ ബിക്കോസ് ദേ ഷെയർ സിമിലർ ഇൻട്രസ്റ്റ് അല്ലേ. അതായത് മിസ്സസ് ബെനറ്റിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് ആര്, ലിഡിയ എന്ന് പറയുന്നത്. ലിഡിയ കാരണം അവർ ദേ ഷെയർ സിമിലർ ഇൻട്രസ്റ്റ്, അവർ ഒരുപോലുള്ള, അതായത് രണ്ട് ക്യാരക്ടറും എന്താണ് ഫോളിഷ് ആയിട്ടുള്ള ഒരു ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഷീ ഈസ് ഒബ്സസ്ഡ് വിത്ത് ദ റെജിമെൻറ്റ് ഓഫീസേഴ്സ് ആൻഡ് ലെറ്റ് ഹെർ ലാക്ക് ഓഫ് വെർച്യു ആൻഡ് പ്രൊപ്പറിറ്റി ലീഡ് ഹെർ ഇൻ ടു എ നിയർ ഡിസാസ്റ്റർ വിത്ത് വിക്കാം. അവൾ വിക്കാമുമായിട്ടുള്ള അവളുടെ ബന്ധത്തിൽ, അതായത് ഷീ ഈസ് ഒബ്സസ്ഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്തായിരുന്നു, അതായത് ഭ്രാന്ത് പിടിപ്പിച്ച പോലെ ആയിരുന്നു. കാരണം അവനുമായിട്ട്, വിക്കാമുമായിട്ടുള്ള റെജിമെൻറ്റ് ഓഫീസറുമായിട്ടുള്ള ഇഷ്ടത്തിൽ, കാരണം അത്രക്കും ഇതായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്താണ്, അവളുടെ ഗുണങ്ങളുടെ കുറവൊക്കെ എന്താണ്, അതായത് അവൾ ലാക്ക് ഓഫ് വേർച്യു ആൻഡ്, അതായത് അവൾക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല അവൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവൾ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് അവൾ ബോധേഡ് ആയിരുന്നില്ല. അവൾ അതിനെക്കുറിച്ചുള്ള കോൺസിക്വൻസസ് ഒന്നും, അനന്തരഫലങ്ങളൊന്നും അവൾ അതിനെക്കുറിച്ചൊന്നും അതായത് ലിഡിയ എന്ന് പറയുന്ന ക്യാരക്ടർ തീരെ ബോധേഡ് അല്ല. ഷീ ഈസ് മിസ്സസ് ബെനറ്റ്സ് ഫേവറേറ്റ് ഡോട്ടർ ബിക്കോസ് ദേ ഷെയർ സിമിലർ ഇൻട്രസ്റ്റ്, അതായത് മിസ്സസ് ബെനറ്റിൻ്റെ ഫേവറേറ്റ് ഡോട്ടറാണ്, അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ലിഡിയ, മിസ്സസ് ബെനറ്റിൻ്റേത്. കാരണം അവരുടേത് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്, അതായത് ഫൂളിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. അതുപോലെ ഷീ ഈസ് ഒബ്സസ്ഡ് വിത്ത് ദ റെജിമെൻറ്റ് ഓഫീസേഴ്സ് ആൻഡ് ലെറ്റ് ഹെർ ലാക്ക് ഓഫ് വെർച്യു ആൻഡ് പ്രൊപ്പറിറ്റി ലേഡ് ഹെർ ഇൻ ടു എ നിയർ ഡിസാസ്റ്റർ വിത്ത് വിക്കാം. അതായത് വിക്കാമുമായിട്ട് ലിഡിയയ്ക്ക് ഇഷ്ടം ഉണ്ടാവുകയാണ്, അത് അവളെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അതായത് അത്രയ്ക്കും ഡീപ്പായിട്ട് ലിഡിയ വിക്കാമിനെ ലവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല. വിക്കാമിൻ്റെ ക്യാരക്ടറൊന്നും ശരിക്കും ആർക്കും അറിയില്ല, ലിഡിയയ്ക്ക് അറിയില്ല. അപ്പോൾ അവളുടെ ഇത്തരത്തിലുള്ള ഈ ലാക്ക് ഓഫ് വേർച്യു ഒക്കെ എന്താണ്, അവളെ ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് അവളെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിഡിയയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് മിസ്സസ് ബെനറ്റിനെ പോലെ തന്നെ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ.
അടുത്തൊരു ക്യാരക്ടറാണ് കിറ്റി എന്ന് പറയുന്നത്. കാത്രീനെ കിറ്റി ബെനറ്റ് ദ സെക്കൻഡ് യങ്ങസ്റ്റ് ബെനറ്റ് ഡോട്ടറാണ്. അതായത് സെക്കൻഡ് യങ്ങസ്റ്റ് ബെനറ്റ് ഡോട്ടറാണ്. എക്സിബിറ്റ്സ് ലിറ്റിൽ പേഴ്സണാലിറ്റി ഓഫ് ഹെർ ഓൺ. അതായത് അവളുടെ സ്വന്തം പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റഡ് ഷീ ഇമിറ്റേറ്റ് ലീഡിയ ഇൻ ഓൾമോസ്റ്റ് എവറിത്തിങ് അണ്ടിൽ ലീഡിയ ലിവ്സ് ഫോർ ബ്രൈറ്റൺ. ലീഡിയ ബ്രൈറ്റണിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ എന്താണ് കാണിച്ചിട്ടുള്ളത്? കിറ്റി ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ലിഡിയയെ. ഓൾമോസ്റ്റ് എവറിത്തിങ്, ഏകദേശം എല്ലാ കാര്യത്തിലും ലിഡിയയെയാണ് കിറ്റി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ എപ്പിലോഗ് ലീഡ്സ് the reader to hope that Kitty's character improves as a result of spending time with her elder sisters instead of Lydia. ഇതിൽ ഈ എപ്പിലോഗ് ലീഡ് ചെയ്യുന്നത് ആളുകളെ, അതായത് റീഡേഴ്സിനെ ലീഡ് ചെയ്യുന്നത് ടു ഹോപ്പ് ദാറ്റ്, നമുക്കൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്. കിറ്റീസ് ക്യാരക്ടർ ഇമ്പ്രൂവ് ആവും, കിറ്റീൻ്റെ ക്യാരക്ടർ ഇമ്പ്രൂവ് ആവും. എന്തുകൊണ്ട്? എന്തിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ റിസൾട്ട് കൊണ്ടാണ്? കിറ്റി പിന്നീട് എന്തായിരിക്കും? അവളുടെ ടൈം സ്പെൻഡ് ചെയ്യുക എൽഡർ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കും അല്ലേ? അതായത് ലിഡിയ ബ്രൈറ്റണിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതായത് കിറ്റിയുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക ആരുടെ കൂടെ ആയിരിക്കും? എൽഡർ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ എന്തായാലും അവളുടെ ക്യാരക്ടർ ഇമ്പ്രൂവ് ആവും എന്നാണ് പറയുന്നത്. The epilogue leads the reader to hope that Kitty's character improves as a result of spending their time with ആരുടെ കൂടെ? എൽഡർ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആകെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ബാക്കി ക്യാരക്ടേഴ്സിനെ കുറിച്ചുകൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് പോയി കാണണം. താങ്ക് യു.